യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളാണ് റഷ്യയും ഫ്രാൻസും. സുരക്ഷാ സമിതിയിലെ രണ്ട് സ്ഥിരാംഗങ്ങൾ. അവർ തുടക്കമിടുന്നത് പുതിയ ഒരു ചർച്ചയിലേക്കാണ്. അതായത് യൂറോപ്യൻ യൂണിയനെ പരിപൂർണമായി നിഷ്പ്രഭമാക്കാൻ റഷ്യ കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിട്ടുപോയ ബ്രിട്ടൻ പോലും യൂറോപ്യൻ യൂണിയനെതിരെ വലുതായി നീങ്ങാറില്ല. എന്നാൽ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ എട്ടിൻ്റെ പണി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനായാണ് റഷ്യയുമായി കൃത്യമായി ചില നീക്കങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. വ്ളാഡിമിർ പുടിനും ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തുന്നത് ലോകത്ത് വലിയ രീതിയിലുള്ള ഒരു മാറ്റം വാണിജ്യ മേഖലയിൽ കൊണ്ടുവരാൻ കൂടി തന്നെയാണ്. നമുക്കറിയാം, ഹോർമൂസ് കടലിടുക്ക് എന്നത് എത്ര തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് എന്നുള്ളത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ചരക്ക് ഗതാഗതം സ്തംഭിപ്പിക്കാൻ ഇറാൻ വിചാരിച്ചാൽ പല രീതിയിലും കഴിയും. ഇവിടെ ഇസ്രയേൽ വലിയ തോതിൽ നടത്തുന്ന ആക്രമണം ഒരു രീതിയിലുള്ള മൊറാലിറ്റിയും ഇല്ലാതെ ഫലസ്തീനുകാരെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള, അവിടെ എല്ലാ തരത്തിലും ഗാസയിൽ അനുഭവിക്കുന്ന പീഡനം നമുക്കറിയാം. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഫലസ്തീനെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഫ്രാൻസ് വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ്. റഷ്യയും ഈ നിലപാട് കടുപ്പിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഫ്രാൻസ് റഷ്യയോടൊപ്പം തന്നെ നിൽക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കുന്ന വലിയ നഷ്ടമുണ്ട്. നമുക്കറിയാം, യൂറോപ്യൻ യൂണിയൻ്റെ വലിയ സ്പോൺസേർഡ് പ്രോഗ്രാമാണ് ഈ പറയുന്ന ഉക്രൈൻ ശക്തമായി തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനാണ്, അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കൂടെ സംയുക്തമായി ചേർന്നാണ് തിരിച്ചടിക്കാൻ എല്ലാവിധ തന്ത്രപ്രധാനമായ സഹായങ്ങളും ഉക്രൈന് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വ്ളാഡിമിർ സെലൻസ്കിക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ ഇമ്മാനുവൽ മാക്രോൺ കൂടി പുടിനോടൊപ്പം ചേരുമ്പോൾ കളി മറ്റൊരു രീതിയിലേക്ക്, വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. മാക്രോൺ വിചാരിക്കുന്നിടത്ത കാര്യങ്ങൾ എത്തി നിർത്താൻ പുതിയ നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ തകരേണ്ടതാണ്, അത് തകർക്കപ്പെടേണ്ടതാണ്. അവർ തകർന്നാൽ വലിയ തോതിലുള്ള അമേരിക്കയുടെ കുതന്ത്രങ്ങളെല്ലാം തകിടം മറിയും എന്ന് നല്ല രീതിയിൽ നല്ലപോലെ വിശ്വാസമുണ്ട് ഇമ്മാനുവൽ മാക്രോണിനും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും. അതുകൊണ്ട് തന്നെ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ പുതിയ തന്ത്ര പരീക്ഷണങ്ങൾ, നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പല ഉദ്ദേശങ്ങളോടുകൂടി, ഒന്നല്ല രണ്ടല്ല, പല പ്രധാന തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഒരേ സമയത്ത് ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് റഷ്യയും ഫ്രാൻസും കൂടുതൽ അടുക്കുന്നത്.